റൗണ്ടിൽ ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ് ഉണ്ടോ? സർപ്രൈസ് എന്താണെന്ന് പക്ഷെ ഇപ്പൊ പറയില്ല. അതാണല്ലോ സർപ്രൈസ്. നമ്മുടെ രണ്ടാമത്തെ റൗണ്ടിനെ കുറിച്ച് പറയാം. ആദ്യത്തെ റൗണ്ട് നമ്മൾ പറഞ്ഞതുപോലെ എനിക്ക് വേറൊരു കാര്യം പറഞ്ഞോട്ടെ. എന്തോ എന്തൊരു ചുന്ദരിയാ നിന്നെ ചേച്ചി. എനിക്ക് എപ്പിസോഡ് തുടങ്ങുമ്പോ ചേച്ചി ഇത് പറയുന്നത് കേട്ടില്ലെങ്കിൽ ഒരു സമാധാനം. ഇത് ഇവര് തമ്മിലുള്ള എന്തോ ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസി. അല്ല, ഞങ്ങൾ ഇവിടെ വരുമ്പോഴാണ് കാണുന്നത് തന്നെ അല്ലേ? കഴുത്തിലുള്ള സംഭവം ഞാൻ ചോദിച്ചില്ലേ, ടൈറ്റാനിക്കിന്ന് നിന്റെ കയ്യിലേക്കാണോ? രണ്ടുപേരും കേട്ടോ സുന്ദരനും സുന്ദരിയുമായി. നീ സുന്ദരനാണല്ലോ. ഡെയിനെ എത്ര പേര് അന്വേഷിക്കണം അറിയോ ഞാൻ പോകുന്ന സ്ഥലത്തൊക്കെ. ഇതൊന്നും എന്നോട് ഈ ഷൂട്ട് അല്ലാത്തപ്പോ പറയിട്ടില്ലല്ലോ. പറയുമ്പോഴാണല്ലോ നിന്റെ ശരിയായ നമുക്ക്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഡെയിനെ കുറിച്ചാണ്. അപ്പോ ഡെയിനെ കാണുമ്പോ എപ്പോഴും എനിക്ക് എന്റെ ഒരു മൂത്ത സഹോദരി ഗംഭീരമായിട്ട് പാട്ട് പാടും കേട്ടോ. മേഴ്സി 85 വയസ്സുണ്ട് അയാൾ. എന്റെ സിസ്റ്ററിന് സഹോദരിക്ക് ഡെയിനെ കാണുമ്പോ ഓർമ്മ വരും. അവിടെയാണ് കാര്യം. എന്നിട്ട് പറയാ ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ് ആ പയ്യന്. ഇവന്റെ ഫാദർ എന്റെ സ്റ്റുഡന്റ് ആയിരുന്നു. എന്ത് പറഞ്ഞാലും ക്ലാസ്സിൽ ചിരിച്ചുകൊണ്ടേയിരിക്കും. തല്ലിയാലും ചിരിക്കും, വഴക്ക് പറഞ്ഞാലും ചിരിക്കും. ഫാദറിന്റെ പേര് മറന്നു പറഞ്ഞേ. ഫാദറിന്റെ പേര് ഡേവിസ്. ഈ ഡേവിസ് നമുക്ക് അവസാനം നമുക്ക് ദേഷ്യം വരും. കാരണം എന്ത് പറഞ്ഞാലും ആളെ കീഴടക്കാൻ പറ്റില്ല, പുള്ളി ചിരിക്കുകയുള്ളൂ. അത് കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്.